അങ്ങനെ ഞാൻ മായാദേവി ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി. മായാദേവി ടെമ്പിൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്നതാണ്, യുനെസ്കോൻ്റെ. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ചെങ്ങായിട്ടുള്ള സമീർത്താപ്പ മായാദേവി ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് അവൻ തിരിച്ചു പോവാന്ന് പറഞ്ഞ്. അവൻ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എൻ്റെ നാട്ടിലേക്ക് വരണം, ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കണം, എൻ്റെ വില്ലേജൊക്കെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം, നീ പൊക്രലെത്തെ വിളിക്കുന്നു പറഞ്ഞിട്ട് ഒരു ടാറ്റി നിന്നിട്ട് ഓൻ പോയിട്ടോ. ഞാനും ഓനും തമ്മിൽ ആകെ 1 മണിക്കൂർ നേരത്തെ ബന്ധമുള്ളൂ, പക്ഷെ അവനെ സ്നേഹിച്ച് കൊല്ലാണ്. ഇങ്ങനെയാണ് കേട്ടോ നേപ്പാളുകാരൊക്കെ അടിപൊളി തന്നെയാണ്. അങ്ങനെ ഞാൻ ഓന് ടാറ്റിങ് കൊടുത്ത് ബാക്കി ലുംബിനിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ലുംബിനി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ള് ബുദ്ധ മോണസ്ട്രീസും ബുദ്ധ ടെമ്പിളുകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ മായാദേവി ടെമ്പിളിൽ നിന്ന് പിന്നെ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇവിടെ തായ്ലൻഡ്, മ്യാൻമർ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നല്ല കിടിലൻ അടിപൊളി ബുദ്ധ ടെമ്പിളുകളും ബുദ്ധ മൊണസ്ട്രീസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ബോട്ടിങ് ചെയ്യാനുള്ള ചെറിയൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വേൾഡ് പീസ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലുംബിനിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും കണ്ടു തീരണമെങ്കിൽ മിനിമം ഒരു 5-6 കിലോമീറ്ററെങ്കിലും നടക്കണം കേട്ടോ. ഞാനൊരു ആവേശത്തിന് നടക്കാൻ തുടങ്ങി. സത്യത്തിൽ അവസാനം നടന്ന് മാനം കെട്ട് ചത്ത് കിടന്നു പോകുന്നു കേട്ടോ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ വല്ല ഓട്ടോയോ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷയോ ഹയർ ചെയ്യുന്നതാണ് നല്ലത്. അവർ നിങ്ങളെ അവിടെയുള്ള എല്ലാ അമ്പലത്തിൽ കൊണ്ട് കാണിക്കുകയും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റും ചെയ്യുന്നതാണ്. വളരെ ശാന്തവും ആത്മീയവുമായിട്ടുള്ള അടിപൊളി കിടിലൻ സ്ഥലമാണ് കേട്ടോ ലുംബിനി. നിങ്ങൾ ബുദ്ധമതത്തിൽ വിശ്വസിക്കപ്പെടുന്ന ആളാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ലുംബിനി. അപ്പം ഇതുപോലത്തെ മറ്റൊരു കിടിലൻ നേപ്പാൾ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.